യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. ആ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക്, അതെ, തൻ്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് നമ്മെ തിരഞ്ഞെടുത്ത നമ്മുടെ ത്രിയേക ദൈവത്തിന് ഞാൻ ആ തിരഞ്ഞെടുപ്പ് നിമിത്തം സ്തോത്രം ചെയ്യുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ പ്രിയപുത്രൻ മുഖാന്തരം അല്ലെങ്കിൽ പ്രിയപുത്രനിൽ തിരഞ്ഞെടുത്തു എന്നുള്ളത്. ആ തിരഞ്ഞെടുപ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്വർഗീയ അനുഗ്രഹത്തിലെ ഒന്നാമത്തെ കാര്യമാണ് ആ തിരഞ്ഞെടുപ്പ് എന്നത്. എഫെസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം ആ കാര്യം കാണുന്നു. സ്തോത്രം. അങ്ങനെ നമ്മെ തിരഞ്ഞെടുത്ത നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. നമുക്ക് വേണ്ടി നിരപ്പും സമാധാനവും ആയിത്തീർന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളും ഏവർക്കും ആദരവോടും സ്നേഹത്തോടും അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് പിന്നെയും അനുഗ്രഹ സമൃദ്ധിയോടെ ഈ ഭൂമിയിൽ നടത്തട്ടെ. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് അവിടുന്ന് നമ്മെ കൈക്കൊള്ളുമല്ലോ. സ്തോത്രം. നമ്മൾ പഠിച്ചു വരുന്ന എബ്രായ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 1-ാം വാക്യം നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ദിവസം മുതൽ 2-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു. 2-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ നാം ഒരുമിച്ചെടുത്ത് പഠിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് 2-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കാൻ ആരംഭിച്ചത്. ഒന്നും കൂടെ വായിച്ചാട്ടെ, അല്ലെങ്കിൽ 2 തൊട്ട് വേണ്ട, 1 തൊട്ട് 6 വരെ തന്നെ അങ്ങ് വായിച്ചോളൂ. 1 to 6. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മോശ ദൈവഭവനത്തിനൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഏതു ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിൽ ഒക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനം ആകുന്നു. സ്തോത്രം. ആ ഭാഗം അധ്യായം മുഴുവനും തുടരുകയാണ്. എന്നാൽ നമ്മളിവിടെ ഒരു ഖണ്ഡികയായിട്ട് അതിനെ അങ്ങ് തിരിക്കുന്നു. അതിൽ 1-ാം വാക്യം ഒരു മുഖവുര എന്നതുപോലെ നമ്മൾ പഠിച്ചു. വിശുദ്ധന്മാരായ നമ്മെയും നമ്മെ വിശുദ്ധീകരിച്ച വീണ്ടെടുത്ത യേശുക്രിസ്തുവിനെയും പരിചയപ്പെടുത്തി, എന്നിട്ട് ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. 2-ാം വാക്യം മുതൽ നാം ശ്രദ്ധിച്ചു നോക്കുകയാണ്. കാരണം യഹൂദ ക്രിസ്ത്യാനികളോട് അപ്പോസ്തലൻ, ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ, സംസാരിക്കുമ്പോൾ അവരുടെ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയമാണ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെയാണ് ഇവിടെ അപ്പോസ്തലൻ താരതമ്യം ചെയ്യുവാൻ പോകുന്നത്, യേശുക്രിസ്തുവുമായി. വളരെ സൂക്ഷ്മത വേണം അതിന്. സ്തോത്രം. ആ സൂക്ഷ്മതയോടെയാണ് 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ മോശയെയും
യേശുവിനെയും തമ്മിൽ താരതമ്യം ചെയ്തിരിക്കുന്നത്. അതിൽ സാമ്യങ്ങളുമുണ്ട്, വ്യത്യാസങ്ങളുമുണ്ട്. There are similarities as well as differences in this comparison that we will see later. അത് നമുക്ക് ഇതിന് ശേഷം കാണാം. ഇവിടെ നമുക്ക് യേശു ക്രിസ്തു വിശ്വസ്തൻ എന്ന വിഷയമാണ് കാണുവാൻ സാധിക്കുന്നത്. ഇന്നലെ നാം അതുമായി അനുബന്ധിച്ച് തൃത്വത്തെപ്പറ്റി പഠിച്ചപ്പോൾ ദൈവിക പ്രകൃതങ്ങളെ അഥവാ ദൈവിക സ്വഭാവങ്ങളെ കുറിച്ച് പഠിച്ചത് ഒന്ന് ആവർത്തിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ അതായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓർമ്മ കാണുമല്ലോ. യേശു വിശ്വസ്തൻ എന്ന് ഇവിടെ പറയുമ്പോൾ അത് ഒരു ദൈവിക സ്വഭാവമാണ്. An attribute of God. ദൈവം വിശ്വസ്തൻ. ഒത്തിരി വേദഭാഗങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം വിശ്വസ്തനാണെന്ന് നാം കാണുന്നുണ്ട്. സ്തോത്രം. പുതിയ നിയമത്തിൽ പലയിടത്തും കാണുന്നത് കർത്താവ് വിശ്വസ്തൻ എന്നാണ്. കർത്താവ് വിശ്വസ്തൻ. അതിനോടനുബന്ധിച്ച ഒരു വാക്യമാണ് നമ്മൾ ഇന്നലെ തിമോത്തിയോസിനുള്ള ലേഖനത്തിൽ നിന്നും വായിച്ചതും. 2-ാം ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നിന്ന്, നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും ദൈവം അല്ലെങ്കിൽ കർത്താവ് വിശ്വസ്തനായി തന്നെ തുടരുന്നു. കാരണം ദൈവത്തിന് ദൈവമല്ലാതാകാൻ സാധ്യമല്ല. കഴിയത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ സ്വഭാവം ത്യജിക്കുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ദൈവത്തിന് ദൈവമല്ലാതാകാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി തന്നെ തുടരുന്നു. സ്തോത്രം. അതായത് നമ്മളെത്ര പാപികളായി തീർന്നാലും ദൈവമല്ലാത്ത രീതിയിൽ നമ്മോട് ഇടപെടത്തില്ല. സാത്താനോട് പോലും ദൈവം ഇടപെടുന്നത് ദൈവമായിട്ട് തന്നെയാണ്. സ്തോത്രം. അതിൽ ഇവിടെ ഊന്നിപ്പറയുന്നത് ദൈവിക സ്വഭാവത്തോടു കൂടിയാ. ദൈവത്തിൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. അപ്പോൾ ദൈവത്തെ നമ്മൾ തിരുവെഴുത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വിശ്വസ്തൻ എന്ന് കാണുന്നു. വിശ്വസ്തൻ എന്ന് കാണുന്നു. അതിൻ്റെ അർത്ഥം ഏറ്റവും പ്രധാനമായി നമ്മൾ ഇന്നലെ കണ്ടത്, ദൈവം തന്നോട് തന്നെ വിശ്വസ്തത പുലർത്തുന്നു എന്നതാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തോട് തന്നെ ദൈവം വിശ്വസ്തത പുലർത്തുന്നു. ദൈവം വിശ്വസ്തനെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം അതാണ്. ദൈവത്തിൻ്റെ പ്രകൃതത്തോട്, ദൈവത്തിൻ്റെ ദൈവത്വത്തോട് വിശ്വസ്തത കാക്കുന്നു. സ്തോത്രം. നമ്മൾ പറയത്തില്ലേ, എടാ കുറഞ്ഞ പക്ഷമായി ഇരിക്കുന്ന കസേരയോടെങ്കിലും ഒരു നീതി കാണിക്കടാന്നൊക്കെ. അപ്പം ഒരുവൻ ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ ആ പദവിക്ക് ചേരാത്തതായ പലതും ആ വ്യക്തിയിൽ നിന്നുണ്ടാവുന്നു. അപ്പോൾ നമ്മൾ പറയും, അയാൾ വഹിക്കുന്ന പദവിയോട്, അധികാരത്തോട്, ഇരിക്കുന്ന സ്ഥാനത്തോട്, കസേരയോട് വിശ്വസ്തത പുലർത്തുന്നില്ല, നീതി പുലർത്തുന്നില്ല. എന്നാൽ ദൈവം വിശ്വസ്തനെന്ന് പറഞ്ഞാൽ ഈ അർത്ഥമാണ്. എന്തേ? ദൈവം തൻ്റെ ദൈവത്വത്തോട്
നീതി പുലർത്തുന്നു. ദൈവം തൻ്റെ ദൈവമെന്ന പ്രകൃതത്തോട് അഥവാ സ്വഭാവത്തോട് വിശ്വസ്തനായിരിക്കുന്നു. സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ടത്, വേറെ ഒന്നും ഓർത്തില്ലെങ്കിലും ഇത് ഓർത്തുകൊള്ളുക. ദൈവം നമ്മളോട് പറഞ്ഞതിനോട്, വാഗ്ദത്തം ചെയ്തതിനോട് ഒക്കെ വിശ്വസ്തനാണ്. പക്ഷേ ആദ്യം പറഞ്ഞ കാര്യത്തെ ലംഘിക്കുന്ന തരത്തിൽ യാതൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്നില്ല, രണ്ടും ആയിക്കോട്ടെ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ട് നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ ഉത്തരം തരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതിന് വിപരീതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നു, അല്ലെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇതിലേതായാലും ദൈവം എങ്ങനെയേ ചെയ്യത്തുള്ളൂ? ദൈവത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ദൈവം നമുക്ക് ഉത്തരം തരികയോ ഉത്തരം തരാതിരിക്കുകയോ ചെയ്യത്തുള്ളൂ. എനിക്ക് ഞാൻ ചോദിച്ച കാര്യം ദൈവം തരുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് യോജിക്കാത്തതാണെങ്കിൽ ദൈവം എനിക്കത് തരികയില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ദൈവം വിശ്വസ്തൻ. ദൈവത്തോട് തന്നെ, ദൈവിക പ്രകൃതത്തോട് തന്നെ, ദൈവത്വത്തോട് തന്നെ. സ്തോത്രം. അതാണ് ആത്യന്തികമായും ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ. എബ്രായർ 3:2 പറയുന്ന യേശുക്രിസ്തു വിശ്വസ്തനെന്ന ആ ഒരു വിശേഷ ആശയത്തിൽ നിന്ന് നമ്മൾ അല്പം കൂടെ വിശാലതയിലേക്ക് പോവുകയാണ്. സ്തോത്രം. യെസ്, ഓഫ് കോഴ്സ് സിസ്റ്റർ. ഈ പറഞ്ഞത് ഇംഗ്ലീഷിലും കൂടെ ഒന്ന് പറയുവാൻ ആഗ്രഹിച്ചതുകൊണ്ട്, ആവശ്യപ്പെട്ടതുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ. When we say God is faithful, it is his faithfulness to himself. That means God cannot behave as if he is not God. God cannot deal with any of his creation as if God is not God. God keeps faithfulness to his own nature, to his own attributes. God's nature or God's being is deity. God's being is God. So, because he is God, he cannot, in a very fraction of second also, cannot be like he is not God. Another thing, if he answers our prayers or doesn't, that also is in accordance with his nature. That means I'm asking, I'm praying, I'm fasting for something. If granting that request to me is not in alignment with God's nature, his attributes, he will not grant me that. If not granting that is against his nature, then he will certainly grant it for me.
I think now you got it. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്വത്തോട് വിശ്വസ്തത പുലർത്തുന്നു. എനിക്ക് മറുപടി അല്ലെങ്കിൽ ഉത്തരം തരാതിരിക്കുന്നത്, എന്നെ അനുഗ്രഹിക്കാതിരിക്കുന്നത്, സ്തോത്രം, ഓക്കെ, എന്നെ അനുഗ്രഹിക്കാതിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രകൃതത്തിന് യോജിക്കാത്തതാണെങ്കിൽ ഞാൻ ഇനി എത്ര മോശമായാലും ദൈവം എനിക്ക് അത് തരും, അനുഗ്രഹിക്കും. അപ്പോൾ ഇതാണ് ദൈവം വിശ്വസ്തൻ എന്നതിൻ്റെ ആദ്യ ഭാഗം. We are bit going in a widespread manner about faithfulness of God. We are not sticking to Christ is faithful as just written in Hebrews 3:2. എബ്രായർ 3:2 യേശു വിശ്വസ്തനായിരുന്നുവെന്ന ആ പ്രയോഗത്തിന് അല്പവും കൂടെ നമ്മൾ പുറത്തേക്കിറങ്ങി ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഒന്ന് ആവർത്തിച്ചു പറയുകയാണ്. ട്രിനിറ്റിയെക്കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചിരുന്നത് കൊണ്ട് ഒരാവർത്തനം എന്ന നിലയിലാണ് നമ്മളിതെന്ന് പറഞ്ഞു പോകുന്നത്. സ്തോത്രം. അപ്പോൾ പ്രധാനമായിട്ടും ദൈവം ദൈവത്തോട് തന്നെ വിശ്വസ്തത പുലർത്തും. 2, ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം, സ്തോത്രം, God is faithful in keeping his promises to his friends, his own, his chosen ones. രണ്ടാമത്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട്, ദൈവത്തിന് തൻ്റെ വൃതന്മാരോടുള്ള വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഏറ്റവും ഒന്നാമത്, ദൈവം തൻ്റെ പ്രകൃതത്തോട്, ദൈവത്വത്തോട് വിശ്വസ്തത പുലർത്തുന്നു. 2, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരോട്, വൃതന്മാരോട്, തിരഞ്ഞെടുക്കപ്പെട്ടവരോട്, തൻ്റെ മക്കളോട് ഉള്ള ബന്ധത്തിൽ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നതിൽ വിശ്വസ്തത പുലർത്തുന്നു. സ്തോത്രം. God is faithful in fulfilling promises made to his chosen ones, his saints. ഒത്തിരി വാക്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം മനുഷ്യന് നൽകപ്പെടുന്ന വാഗ്ദത്തം നമുക്കറിയാമല്ലോ. മാനവജാതിയോട് തന്നെയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ വാഗ്ദത്തം, സ്തോത്രം, മശിഹായെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. മാനവജാതിയോടായിട്ടുള്ളത്. ദൈവം അത് നിവർത്തിച്ചു. സ്തോത്രം. ഉൽപ്പത്തി 3:15 മത്തായി 1:15-16 ഗലാത്യർ 4:4 ഒക്കെ കൂടെ നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. സ്തോത്രം. ഇപ്പോൾ മാനവജാതിയോടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനവും ഒന്നാമത്തേതുമായ വാഗ്ദത്തം, സ്ത്രീയുടെ സന്തതിയായി തൻ്റെ പുത്രനെ അയച്ചതിൽ ദൈവം നിവർത്തിച്ചു. സ്തോത്രം. മറ്റ് പല വാഗ്ദത്തങ്ങളുമുണ്ട്, നമുക്കതിൽ പലതും അറിയാം. അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം, വർഷങ്ങൾ കഴിഞ്ഞു. മകനെ കൊടുത്ത വാഗ്ദത്തം 25 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പൂർത്തിയായി. 75-ാമത്തെ വയസ്സിൽ ലഭിച്ച വാഗ്ദത്തം 100-ാമത്തെ വയസ്സിൽ പൂർത്തിയായി. പക്ഷേ തലമുറകളെ കുറിച്ചുള്ള വാഗ്ദത്തമോ 400 വർഷം കഴിഞ്ഞു. ഉൽപ്പത്തി 15-ന്റെ 13, 14, 15, 16 വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം
പറയുന്നത്. കനാൻ നാട്ടിലാണ് ആ സമയത്ത്, അല്ലെങ്കിൽ ഇന്ന് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന വാഗ്ദത്ത ഭൂമിയിലാണെന്ന് അബ്രഹാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, 4 ദിക്കിലേക്ക് നോക്കിക്കോളാൻ. സ്തോത്രം. 14-ാമത്തെ അധ്യായത്തിലും നാം അത് കാണുന്നുണ്ട്, 15-ൽ കാണുന്നുണ്ട്, 17-ൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് 15-ന്റെ 14, 15, 16 വാക്യങ്ങളിലാണ്. ഇന്ന് നീ താമസിക്കുന്ന ഈ ദേശം, നീ കാലുകുത്തിയിരിക്കുന്ന ദേശം ഞാൻ ആർക്ക് തരുമെന്നാ പറഞ്ഞത്? സന്തതികൾക്ക്. സ്തോത്രം. നിനക്ക് തരത്തില്ല. നിനക്കും നിന്റെ സന്തതിക്കുമെന്നുണ്ട്. പക്ഷേ അന്ന് മക്കൾ ആരും ഇല്ലാതിരിക്കുന്ന സമയമാണ്. ഇസഹാക്ക് ജനിച്ചിട്ടില്ല. സ്തോത്രം. പക്ഷേ ദൈവം വാഗ്ദത്തം കൊടുത്തു, നിനക്ക് സന്തതികൾ ഉണ്ടാവും, എത്രയും അവർ വലുതായിരിക്കും, എത്രയും അധികമായിരിക്കും, അവരെവിടെയായിരിക്കും. എന്നിട്ട് പറഞ്ഞു, 4-ാം തലമുറ ഇവിടേക്ക് മടങ്ങി വരും. ആ വാഗ്ദത്തം നിവർത്തിച്ചോ? സ്തോത്രം. അത് വെച്ചുകൊണ്ട് മോശയെ ദൈവം ആദ്യമായി സന്ധിക്കുമ്പോൾ പറഞ്ഞത്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കേണ്ടതിന് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ആവർത്തിച്ച് ദൈവം പറയുമായിരുന്നത്, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്തതുപോലെ. നാം സങ്കീർത്തനത്തിൽ പല ഭാഗത്തും വായിക്കുന്നുണ്ട്, യഹോവ തൻ്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തു, ദാവീദിനോട് അനുതപിക്കുകയുമില്ല. സ്തോത്രം. അപ്പോൾ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നതിൽ ദൈവം വിശ്വസ്തത പുലർത്തുന്നു. ധാരാളം പേരുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്, പഴയ നിയമത്തിലുമുണ്ട്. ആദാമിനോട് മാനവജാതിക്ക് വേണ്ടി കൊടുത്ത മശിഹൈക വാഗ്ദത്തം തുടങ്ങി ഇങ്ങോട്ട് മലാഖി പ്രവാചകനിലൂടെ വരെ അരുളി ചെയ്തതുപോലെ സ്നാപക യോഹന്നാനെ ജനിപ്പിക്കുന്നതിൽ വരെ ആ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നാപകന്റെ പിതാവിനോട് പറയുന്ന വാഗ്ദത്തം, മറിയയോടും യോസേഫിനോടുമുള്ള വാഗ്ദത്തം, വീണ്ടും ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പൗലോസ് തുടങ്ങിയുള്ളവരോടുള്ള വാഗ്ദത്തങ്ങളൊക്കെ വ്യക്തിപരമായും ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നതിൽ വിശ്വസ്തനാണ്. മൂന്നാമതായി നാം നോക്കുന്നത്, ഈവൻ ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഫുൾഫില്ലിംഗ് വാട്ട് ഹി സ്പീക്സ് ടു ഹിസ് എനിമീസ്. തൻ്റെ ശത്രുക്കളോട് പോലും ദൈവം വിശ്വസ്തത പുലർത്തുന്നു. അത് ശിക്ഷിക്കുന്ന വിഷയത്തിലായാലും ശിക്ഷ മാറ്റുന്ന വിഷയത്തിലായാലും. സ്തോത്രം. God is faithful even to his enemies. സ്തോത്രം. In fulfilling God's promises or his verdicts. വാഗ്ദത്തങ്ങളാകട്ടെ വിധികളാകട്ടെ നടപ്പാക്കുന്നതിൽ ദൈവം ശത്രുക്കളോടും വിശ്വസ്തത പുലർത്തുന്നു.
അതിൽ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വസ്തുതയാണ് ആഹാബിനോടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ. എത്രയും ദുഷ്ടനായിരുന്നു ആ മനുഷ്യൻ. തന്നേക്കാൾ തൻ്റെ ഭാര്യ. പക്ഷേ പ്രവാചകന്മാരിലൂടെ ദൂത് കേൾക്കുന്ന സമയത്ത് ഈ മനുഷ്യനൊരു മാനസാന്തരം ഉണ്ടാവും. സ്തോത്രം. ആ സമയത്ത് ഒന്ന് രാജാക്കന്മാർ 21-ാം അധ്യായത്തിൻ്റെ 17 തൊട്ട് 19 വരെ ഒന്ന് നോക്കിക്കോളൂ. ഫസ്റ്റ് കിങ്സ് 21:17-19. നീ അവനോട്, നീ കുല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയുമെന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് നീ അവനോട് പറക. ആഹാബ് ഏലിയാവോട്, എന്റെ ശത്രുവെ, നീ എന്നെ കണ്ടെത്തിയോ എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞത് എന്തെന്നാൽ, അതെ, ഞാൻ കണ്ടെത്തി. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ നീ നിന്നെ തന്നെ വിറ്റുകളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്തും. നിന്നെ അശേഷം നിർമൂലമാക്കി ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെയും ഞാൻ നിഗ്രഹിച്ചു കളയും. നീ എന്നെ കോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ ഗ്രഹത്തെ നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ ഗ്രഹത്തെ പോലെയും അഹിയാവിന്റെ മകനായ ബേശയുടെ ഗ്രഹത്തെ പോലെയും ആക്കും. ഇസബേലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഈസബേലിനെ ഇസ്രായേലിന്റെ മതിലിനരികെ വെച്ച് തിന്നുകളയും. ആഹാബിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഈസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. യഹോവ ഇസ്രായേൽ 21-17 തൊട്ട് 19 വരെ. 27 മുതൽ 29 വരെ. ആഹാബ് ഈ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തന്റെ ദേഹം പറ്റെ രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ചു. രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് തിശ്ബ്യനായ ഏലിയാവിനുണ്ടായി. ആഹാബ് എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ? അവൻ എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവന്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവന്റെ മകന്റെ കാലത്ത് അവന്റെ ഗ്രഹത്തിന് അനർത്ഥം വരുത്തുമെന്ന് കൽപ്പിച്ചു. സ്തോത്രം. ഈ കാര്യങ്ങൾ നമുക്കറിയാം. ആഹാബിനോടും ഇസബേലിനോടും അവരുടെ ഗ്രഹത്തോടുമൊക്കെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ. 22-ാമത്തെ അധ്യായത്തിലും 34 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ദൈവം അവരുടെ പാപം നിമിത്തം അവരെ ശിക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ആഹാബ് അപ്പോഴേക്കും മാനസാന്തരപ്പെടുന്നു, നിലവിളിക്കുന്നു. ദൈവം അവനോട് കരുണ കാണിക്കുക. ആ സമയത്ത് ബിലെയാമിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം. അറിയാവുന്ന കാര്യമായതുകൊണ്ട് ചരിത്രം ഞാൻ ആവർത്തിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ദൂതൻ വന്ന് വഴിയിൽ നിന്നു. നമുക്ക് ഓർമ്മ കാണും, ആ സംഭവത്തിലാണ് ബൈബിളിൽ ഏറ്റവും ആദ്യം സാത്താൻ എന്ന പദമുള്ളത്. സംഖ്യ 22-22, നമ്പേഴ്സ് 22:22. The first appearance of the word Satan. ഒറിജിനൽ ബൈബിളിലെ കാര്യം പറയുന്നത്. പ്രതിയോഗി. ഇപ്പൊ സാത്താൻ എന്ന പദത്തിന്റെ പേരിന്റെ അർത്ഥമാണ് പ്രതിയോഗി. അതാദ്യം നാം കാണുന്നത് അവിടെയാണ്. അപ്പോൾ ദൈവത്തിന്റെ ദൂതനാണ് അവിടെ പ്രതിയോഗിയായിട്ട് പ്രവാചകന്റെ വഴി തടഞ്ഞു നിന്നത്.
ആ പ്രതിയോഗിയായി നിന്ന ദൂതനെ കണ്ട് ഭയപ്പെട്ട് കഴുത മുമ്പോട്ട് പോകാൻ കഴിയാതെ അതിന് മുകളിലിരുന്ന പ്രവാചകന്റെ കീഴിലങ്ങ് കിടന്നു. സംഭവങ്ങൾ നമുക്കറിയാം. ഒടുവിൽ കഴുത വാ തുറന്ന് സംസാരിച്ചപ്പോഴാണ് പ്രവാചകൻ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോഴേക്കും സാഷ്ടാംഗം വീണു. ദൈവം പക്ഷേ എന്നിട്ടും അവനോട് പറഞ്ഞു, കുഴപ്പമില്ല, നീ പൊയ്ക്കോ, പക്ഷെ ഞാൻ പറയുന്നത് നീ പറയാവൂ. പറഞ്ഞു വിട്ടു. പക്ഷേ അവൻ ചെന്ന് ദൈവം പറഞ്ഞതേ പറഞ്ഞുള്ളൂ, കാരണം അതേ പറ്റിയുള്ളവന്. പക്ഷേ തിരിച്ചു പോരാൻ നേരം കാശ് വേണ്ടായോ? അതുകൊണ്ട് ദൈവം പറയാത്ത കാര്യവും കൂടെ പിന്നെ ചെവി പറഞ്ഞിട്ട് പോരുന്നു. അതിനെ വേദപുസ്തകം വിളിക്കുന്നത് ബിലയാമിന്റെ ഉപദേശം എന്ന. സ്തോത്രം. അതുകൊണ്ട് അവൻ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞതുപോലെ പിന്നീട് സംഭവിച്ചു. അപ്പൊ ശത്രുക്കളോടുള്ള ബന്ധത്തിലും, അതിനി വാഗ്ദത്തമായാലും വിധിയായാലും ന്യായവിധിയുടെ പ്രഖ്യാപനമായാലും, ദൈവം വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഫറവോനോടായാലും ഇനിയും സാത്താനോടുള്ള ബന്ധത്തിലായാൽ പോലും. സ്തോത്രം. അതുകൊണ്ടാണല്ലോ യേശു കർത്താവ് ഭൂമിയിൽ ശുശ്രൂഷയ്ക്കായി വന്ന സമയത്ത് സാത്താനെ അന്നേരമെങ്കിലും വേണമെങ്കിൽ എന്നേക്കുമായിട്ട് ഒടുക്കിക്കളയാമായിരുന്നു. ദുരാത്മാക്കളെ മുഴുവനും നരകത്തിലേക്ക് വിട്ടുകളയാമായിരുന്നു. പക്ഷെ ചെയ്തില്ലല്ലോ. അതുകൊണ്ടല്ലേ പിശാചുക്കൾ അല്ലെങ്കിൽ ദുരാത്മാക്കൾ നിലവിളിച്ചു ചോദിച്ചത്, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നുവോ? അപ്പൊ ഈവൻ ടു എനിമീസ് ഗാഡ് കീപ്സ് ഫെയ്ത്ത്ഫുൾനെസ്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഈവൻ ഇൻ അവർ ടെംപ്റ്റേഷൻസ്. നമ്മുടെ പരീക്ഷകളിൽ നമ്മെ വീണുപോകാതെ കാക്കുവാൻ അവിടുന്ന് വിശ്വസ്തൻ. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 10:13 വാക്യം. 1 Corinthians 10:13 മനപ്പാഠമാണെങ്കിലും ഒന്ന് വായിച്ചോളൂ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. സ്തോത്രം. നമ്മുടെയും കൂട്ടത്തിൽ പലരും വിവിധമായ പരീക്ഷകളിലൂടെ ഈ സമയത്ത് കടന്നു പോകുന്നവരാണ്. നമ്മുടെ പല കുടുംബങ്ങളും വിവിധമായ പരീക്ഷാഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇവിടെ പറയുന്ന പരീക്ഷ പ്രലോഭനങ്ങളല്ല കേട്ടോ. Here it is not about temptations which the devil brings to put us into sin. പക്ഷേ ജീവിതത്തിൽ നേരിടുന്ന പ്രയാസ പ്രതികൂലങ്ങൾ, സ്തോത്രം, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവനാണെന്ന് യാക്കോബ് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. ഇനിയും അല്ല, പിശാച് കൊണ്ടുവരുന്ന പാപത്തിലേക്ക് നമ്മെ തള്ളിവിടാനായിട്ടുള്ള പ്രലോഭനങ്ങളുമായിക്കൊള്ളട്ടെ, still our God is faithful. He holds our hands. He will never allow us to fall. ഒരിക്കലും നാം വീണുപോകുവാൻ അവൻ അനുവദിക്കാതെ നമ്മെ നിലനിർത്തുവാൻ, നമ്മുടെ കൈകൾ പിടിച്ച് തൻ്റെ മാറോട് അണയ്ക്കുവാൻ അവിടുന്ന് വിശ്വസ്തനായിരിക്കുന്നു. സ്തോത്രം. മനുഷ്യർക്ക് നേരിട്ടിട്ടില്ലാത്ത പരീക്ഷകൾ നേരിടുവാൻ ദൈവം അനുവദിക്കത്തില്ല.
നമുക്ക് സഹിപ്പാൻ അല്ലെങ്കിൽ വഹിപ്പാൻ കഴിയുന്നതിന് മീതെ ഭാരം നമ്മുടെ തലമേൽ നമ്മുടെ കർത്താവ് കെട്ടിവെക്കുകയില്ല. അവൻ വിശ്വസ്തൻ. നമ്മെ സൂക്ഷിപ്പാൻ, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. പ്രയാസങ്ങളിലൂടെ, പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരുടെ ആശ്വാസത്തിനായി പറഞ്ഞുകൊള്ളട്ടെ. മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. സ്തോത്രം. ഒരു മനുഷ്യൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പലർക്കും അറിയാം, കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ പറഞ്ഞതാ, ആവർത്തിക്കുന്നു. ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ അങ്ങ് സ്വർഗത്തിൽ ചെന്നു. കർത്താവ് അവനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പലയിടത്തും ഒക്കെ കൊണ്ടുപോയി ഇവൻ ഭൂമിയിൽ കൂടെ നടന്നു വന്ന വഴികളെ കാണിച്ചു. അപ്പോൾ ഇവന് വലിയ അത്ഭുതം. ഈ വഴിയിൽ കൂടെയൊക്കെ ആയിരുന്നോ എൻ്റെ വിശ്വാസ യാത്ര ചെയ്തപ്പോഴൊന്നും ഇത് ഇത്രയും കഠിനമായിരുന്നുവെന്ന് തോന്നിയില്ല. ഇപ്പോൾ തിരിഞ്ഞ് വഴികളൊക്കെ കണ്ടപ്പോഴാണ്. അപ്പോൾ അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ 2 പേരുടെ പാദങ്ങൾ അവിടെ ഉണ്ട്. ചോദിച്ചു, അതാരായിരുന്നു കൂടെ? ആരും ഉണ്ടായിരുന്നില്ലല്ലോ, പക്ഷേ ഒരാളിൻ്റെയും കൂടെ പാദം കാണുന്നുണ്ടല്ലോ. അപ്പോൾ കർത്താവ് തോളെ തട്ടി പറഞ്ഞു, അത് നീ അറിഞ്ഞില്ലെങ്കിലും മോനെ, അതെൻ്റെ കാൽപാദങ്ങളാ. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. നീ പലപ്പോഴും അത് അറിഞ്ഞില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് നിനക്ക് വഴി വലിയ പ്രയാസമായി തോന്നാതിരുന്നത്. അയാൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. കർത്താവിനോട് സ്തോത്രം, നന്ദിയൊക്കെ പറഞ്ഞു. അങ്ങനെ യാത്ര ചെയ്ത് അദ്ദേഹം വന്ന വഴിയൊക്കെ കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ദുർഘടം പിടിച്ചൊരു വഴി, വളരെ സ്ലിപ്പറി ആയിട്ടുള്ള, തെന്നുന്ന, വളരെ മൂർത്ത മുള്ളുകളും കല്ലുകളുമൊക്കെയുള്ള വല്ലാത്ത ഒരു വഴി. അവിടെ ഒറ്റ ഒരാളിൻ്റെ കാൽപാദം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ കർത്താവിനോടങ്ങ് പിണങ്ങി. ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് തന്നെ നടക്കാൻ പറ്റുന്നിടത്തൊക്കെ നീ എൻ്റെ കൂടെ നടന്നു, പക്ഷേ എനിക്ക് നടക്കാൻ കഴിയാത്ത ഇത്ര അപകടം പിടിച്ച വഴിയിൽ വന്നപ്പം നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയല്ലോ. അതെന്താ? കണ്ടില്ലേ, എൻ്റെ മാത്രം കാൽപാദങ്ങളെ കാണുന്നുള്ളൂ, നിന്നെ കാണുന്നില്ല. അറിയാമല്ലോ, കർത്താവ് അവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, മോനെ, തെറ്റിപ്പോയി. അത് നിന്റെ കാൽപാദങ്ങളല്ല, പിന്നെ അതെൻ്റേതാ. അപ്പോൾ പിന്നെ ഞാൻ എവിടെയായിരുന്നു? നീ എൻ്റെ തോളയിലായിരുന്നു. സ്തോത്രം. നിനക്ക് നടക്കാൻ കൈപിടിച്ചുകൊണ്ടുപോലും ഒക്കാതിരുന്ന സ്ഥലങ്ങളിൽ ഞാൻ നിന്നെ എൻ്റെ തോളിലേറ്റി ഞാൻ നിന്നെ വഹിച്ച് നടക്കുകയായിരുന്നു. അത് നിന്റെ കാൽപാദങ്ങളല്ല, എൻ്റെ കാൽപാദങ്ങൾ. ഇന്ന് വല്ലാത്ത പ്രതികൂലങ്ങളിലൂടെയൊക്കെ പോകുന്ന ദൈവമക്കളെ, നമ്മളും ചിലപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവഴിയൊക്കെ ആയിരുന്നോ വന്നതെന്ന് തോന്നിപ്പോ. എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളെ കുടുംബത്തിലിരുന്ന് ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വഴികളിലൂടെ യാത്ര ചെയ്ത് വന്നെന്ന് ഇന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ചിലപ്പോഴൊക്കെ ഇരുന്ന് ചിന്തിക്കും. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കായിരുന്നില്ല. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. പത്മോസോ, എഫെസോസോ, യെരുശലേമോ, സിഹിയോൻ മാളിക മുറിയോ, സ്തോത്രം, ഈജിയൻ കടലിടുക്കുകളോ അല്ല, യെരുശലേമിലെയോ ഫിലിപ്പിയിലെയോ റോമിലെയോ ഒക്കെ കാരാഗ്രഹങ്ങളോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെയൊക്കെ ഉള്ളറകളിൽ പോലും
ആര് നമ്മെ അടച്ചാലും പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന ദൈവഭക്തന്മാർക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ കരങ്ങളും സാന്നിധ്യവും അനുഭവിക്കുവാൻ സാധിക്കും. സ്തോത്രം. നമ്മൾ ഒറ്റയ്ക്കല്ല. സ്തോത്രം. അവൻ നമ്മോട് കൂടെ നടക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിങ്ങനെ നടത്താൻ കൊണ്ടുപോകുമ്പോൾ അപകടമൊന്നും ഇല്ലാത്തടത്ത് നമ്മൾ അവരെ തനിയെ വിടും. അങ്ങനെ ഒക്കാത്തടത്ത് നമ്മൾ നമ്മുടെ ഒരു വിരൽ കാണിച്ചു കൊടുക്കും. ആ കുഞ്ഞുങ്ങൾ നമ്മുടെ വിരലിൽ പിടിക്കും. നമ്മളിങ്ങനെ കൊണ്ടുപോകും. അവർ നമ്മുടെ വിരലിൽ പിടിച്ച് നടന്നാലും അപകടം വരുമെന്നുള്ളിടത്ത് നമ്മൾ അവരുടെ കൈക്ക് പിടിക്കും കുഞ്ഞുങ്ങളുടെ. അങ്ങനെ നമ്മൾ അവരുടെ കൈക്ക് പിടിച്ചും നടത്താൻ ഒക്കാത്തിടത്ത് നമ്മൾ അവരെ കോരിയെടുക്കും. ഇതുപോലെ തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവും നമ്മോട് കരുണ കാണിക്കുന്നു, വിശ്വസ്തത പുലർത്തുന്നു. അതെ, പരീക്ഷകളിലും അവൻ നമ്മെ കൈവിടാതെ നമ്മോട് വിശ്വസ്തനായിരിക്കുന്നു. സ്തോത്രം. വേഗത്തിൽ പോകട്ടെ. 5. God is faithful in chastening his children. God is faithful not only in temptations to keep us safe, but also in chastisements. നമ്മുടെ പരീക്ഷകളിൽ കൂടെ ഇരുന്ന് വിശ്വസ്തത പുലർത്തുക മാത്രമല്ല, നാം തൻ്റെ മക്കളാണെങ്കിൽ ബാലശിക്ഷ കഴിച്ച് ശുദ്ധീകരിക്കുന്നതിലും നമ്മുടെ ദൈവം വിശ്വസ്തത പുലർത്തുന്നു. സ്തോത്രം. അവൻ വിശ്വസ്തനായിരിക്കുന്നു. സ്തോത്രം. സങ്കീർത്തനം 119:75 വാക്യം. Psalms 119:75. യഹോവേ, നിന്റെ വിധികൾ നീതി ഉള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു. നമ്മളാണ് നേരത്തെ തിരിച്ചേ പറയത്തുള്ളല്ലേ. നീ എന്നെ ഉയർത്തി എന്നെ വിശ്വസ്തതയെന്നേ പറയൂ. നമ്മെ ഉയർത്തുന്ന, പരീക്ഷകളിൽ നമ്മെ താങ്ങുന്ന അതേ വിശ്വസ്തത ചിലപ്പോഴൊക്കെ നമ്മെ താഴ്ത്താനും കൂടെ ദൈവം ഉപയോഗിക്കും കേട്ടോ. God is faithful not only in lifting you and me up, but even to humble us. സ്തോത്രം. To humble us. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത് thou in faithfulness has afflicted me. Affliction മലയാളത്തിൽ താഴ്ത്തിയിരിക്കുന്നെന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ അഫ്ലിക്റ്റ് ചെയ്തു, എന്നെ ക്ലേശിപ്പിച്ചു, വിശ്വസ്തയോടെ നീ എന്നെ കഷ്ടപ്പെടുത്തിയിരിക്കുന്നെന്ന്. നമ്മുടെ കഷ്ടതകളിലും ദൈവം നമ്മെ കഴിക്കുന്ന ബാലശിക്ഷകളിലും ദൈവം വിശ്വസ്തനാണ്. എന്ന് വെച്ചാൽ, സ്തോത്രം, പൗലോസ് പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 12 വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ, പഫപ്പ് ചെയ്യാതിരിക്കാൻ, ഞാൻ ഇങ്ങനെ അങ്ങ് വീർത്തു പോകാതിരിക്കാൻ എനിക്കിടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ. സ്തോത്രം. ഇന്നലെ നമ്മുടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും നമ്മുടെ വർക്കിച്ചാനൊക്കെ കൂടെ ഇങ്ങനെ സംസാരിക്കായിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, ഇന്ന് പലയിടത്തും യോഗങ്ങളൊക്കെ വെച്ചാൽ, പ്രത്യേകിച്ച് സഭയിലെ ഇടമീറ്റിങ്ങുകളൊക്കെ വെച്ചാൽ ആരും വരുത്തില്ല. അങ്ങനെ പറഞ്ഞു വന്ന വഴിക്ക് വർക്കിച്ചൻ പറയായിരുന്നു, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അന്നേരം ഓടി വരുമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം എന്തിനാ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രയാസങ്ങളൊക്കെ തരുന്നത്?
അത് നമ്മെ നിലനിർത്തുന്നതിനുള്ള, പാപത്തിലേക്ക് നമ്മൾ വീഴാതെ നമ്മെ കാക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. വിശ്വസ്തതയാണ്. വേഗത്തിൽ പോകാം. സ്തോത്രം. ഇതിൻ്റെ തന്നെ എബ്രായ ലേഖനവും നമ്മൾ പഠിക്കാൻ വരുന്നുണ്ടല്ലോ. 12-ാമത്തെ അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുണ്ട്. അവിടെയും പ്രത്യേകിച്ച് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം താൻ സ്നേഹിക്കുന്ന ഏതു മകനെയും ശിക്ഷിക്കുന്നു. സ്തോത്രം. അപ്പോൾ ബാലശിക്ഷ കഴിക്കുന്നതിലും ദൈവത്തിൻ്റെ വിശ്വസ്തത. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ chastening us through afflictions, humbling us. സ്തോത്രം. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ കുത്ത് വന്നിട്ട് നമ്മളിങ്ങനെ വീർത്തിരുന്നവരൊക്കെ ചൊട്ടുന്നെങ്കിൽ മാറിയിരുന്ന് സ്തോത്രം ചെയ്തോണം. കർത്താവേ, ഞാൻ വീർത്ത് പൊട്ടിപ്പോകാതിരിക്കേണ്ടതിന് നീ എന്നെ ഒരൽപ്പം താഴ്ത്തിയല്ലോ. സ്തോത്രം. മറ്റൊന്നാണ് 6-ാമത്തേത്, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഫോർഗിവിങ് അവർ സിൻസ്. പാപങ്ങൾ ക്ഷമിക്കുന്നതിൽ നമ്മുടെ കർത്താവ് വിശ്വസ്തനായിരിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കുന്നതിൽ. 1 John 1:9, 1 യോഹന്നാൻ 1:9 നമുക്ക് മനഃപ്പാഠമാണ്. നാം നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. സ്തോത്രം. ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ഫോർഗിവ്നെസ്. പക്ഷെ എന്ത് വേണം? നാം നമ്മുടെ പാപങ്ങളെ അവിടുത്തോട് അറിയിക്കണം. അറിയിക്കണമെന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ അല്ലെന്ന് നമ്മൾ 2 ദിവസം മുമ്പ് പഠിച്ചായിരുന്നല്ലോ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ, ദൈവമേ, അങ്ങ് എന്നെക്കുറിച്ച് പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അങ്ങേക്ക് എന്നെക്കുറിച്ച് ഞാൻ പാപിയാണ് എന്ന ആ ഒരു ബോധ്യം സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. അത് ഞാൻ ഉപേക്ഷിക്കുന്നു. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. എന്നെ കൈക്കൊള്ളണം. എങ്കിൽ കർത്താവ് തൻ്റെ സ്വഭാവം വെച്ച് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. അവൻ വിശ്വസ്തനാണ്. സ്തോത്രം. 7, ഇൻ ആൻസറിങ് അവർ പ്രേയേഴ്സ്. ഇൻ ആൻസറിങ് അവർ പ്രേയേഴ്സ്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതിലും ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. 143-ാം സങ്കീർത്തനം 1-ാം വാക്യം. Psalms 143 verse 1. യഹോവയുടെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരണമേ. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരം അരുളേണം. സ്തോത്രം. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരം അരുളേണമേ. അത് നമ്മൾ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞതാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് മറുപടി തരും. അതാണ് കർത്താവ് പറഞ്ഞത്. സ്തോത്രം. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, സ്തോത്രം, നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന എന്ന് നമുക്ക് തന്നെ വിളിക്കാം. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള പ്രാർത്ഥന എന്നർത്ഥം. സ്തോത്രം. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരുന്നതിലും വിശ്വസ്തൻ. സ്തോത്രം. 8-ാമത്തെ കാര്യം
രക്ഷിക്കപ്പെടുന്നവരെ നിലനിർത്തുന്നതിലും നമ്മുടെ കർത്താവ് വിശ്വസ്തൻ. Our God is faithful in sustaining the saints in the salvation. സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരെ രക്ഷയിൽ നിലനിർത്തുന്നതിലും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. സ്തോത്രം. 1 തെസ്സലോനിക്കർ 5:23 നമ്മൾ പലപ്പോഴും ഉരുവിടാറുള്ളതാണ്. 23 24. 1 Thessalonians 5:23 and 24. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സ്തോത്രം. 2 തെസ്സലോനിക്കർ 3:3 നാം കാണുന്നു കർത്താവ് വിശ്വസ്തൻ. 1 കൊരിന്ത്യർ 1:8-9 നാം കാണുന്നു നമ്മെ വിളിക്കുന്ന കർത്താവ് അല്ലെ ദൈവം വിശ്വസ്തൻ. സ്തോത്രം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അതെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു വാക്യവും ഇതിനോട് ചേർത്ത് വയ്ക്കാം. യൂദ അവസാനത്തെ 2 വാക്യങ്ങൾ 24-25. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച തൻ്റെ മഹിമാസന്നദ്ധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള നമ്മുടെ ദൈവം. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവോട് നമ്മൾ സഹകരിച്ചാൽ മതി. പിശാചും പാപവും നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുക്കിക്കൊണ്ടു പോകയില്ല. We will give ourselves to the leading and guidance of the Holy Spirit. If we are ready to cooperate with the Holy Spirit, with the grace of God, with the power of God, we don't need to fear falling away from the faith. സ്തോത്രം. ദൈവം എല്ലാം ചെയ്തോളൂ എന്നും പറഞ്ഞ് വെറുതെ കയ്യും കെട്ടിയിരിക്കുകയോ മനോവികാരങ്ങൾക്കനുസരാരമുള്ളത് ചെയ്തോ ജീവിക്കുകയോ ചെയ്താൽ നടക്കത്തില്ല. പരിശുദ്ധാത്മാവിനോട് ദൈവത്തോട് പൂർണ്ണമായും നമ്മൾ സഹകരിക്കാൻ തയ്യാറായാൽ പാപത്തിൻ്റെ എത്ര വലിയ കുത്തൊഴുക്കുകൾ വന്നാലും നാം അടിപതറില്ല. പിശാച് എത്ര ശക്തിയോടെ നമുക്കെതിരായി കാര്യങ്ങൾ ചെയ്താലും അവൻ വിജയിക്കത്തില്ല. വിശ്വാസത്തിൽ നിന്നും നമ്മെ പിന്മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. പൗലോസ് പറയും പോലെ നമുക്കും സകല സൃഷ്ടിയെയും വെല്ലുവിളിച്ച് ചോദിക്കാം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആർ? ഒരു സൃഷ്ടിക്കും കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കാരണം എന്താ? നമ്മെ നിലനിർത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. സ്തോത്രം. 9. Praise God. He is faithful in defending his people. തൻ്റെ ജനത്തെ പ്രതിരോധിക്കുന്നതിൽ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. സ്തോത്രം. 2 തിമോത്തിയോസ് 2:13, 2 Timothy 2:13 ഇന്നലെ നമ്മൾ വായിച്ച വാക്യമാണ്. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി തന്നെ തുടരുന്നു. സ്തോത്രം.
അതുപോലെ സങ്കീർത്തനം 89:20, സാംസ് 89:20. അവിടെ ദാവീദിനെ കുറിച്ച് ദൈവത്തിന്റെ സാക്ഷ്യമാണ്. God is defending his anointed one. Praise God. അതുപോലെ 89:24, അതൊന്ന് വായിച്ചോളൂ. 89:24. എന്നാൽ എന്റെ വിശ്വസ്തതയും ദയയും അവനോട് കൂടെ ഇരിക്കും, എന്റെ നാമത്തിൽ അവന്റെ കൊമ്പ് ഉയർന്നിരിക്കും. സ്തോത്രം. ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ദാവീദിനെ, സ്തോത്രം, സംരക്ഷിച്ച് നിർത്തുകയാണ്. ദൈവം വിശ്വസ്തനാണതിന്. വീണ്ടും പറയുന്നു, പക്ഷെ നമ്മുടെ പൂർണ്ണ സഹകരണം ദൈവത്തിന് വേണം. സ്തോത്രം. പൂർണ്ണ സഹകരണം ദൈവത്തിന് വേണം. നമ്മൾ കാണുന്നുണ്ട്, ഇസ്കരിയോത്ത യൂദായെയും നമ്മുടെ കർത്താവ് തെരഞ്ഞെടുത്തു, അപ്പോസ്തോലിക പദവി നൽകി, അഭിഷേകം കൊടുത്തു. മറ്റ് 11 പേരെ അയച്ചതുപോലെ ഇവനെയും അയച്ചു. മറ്റാർക്കും കൊടുക്കാതിരുന്ന ഖജാൻജി, ട്രഷറർ എന്ന പദവിയും അവന് കൊടുത്തു. എന്തിനാ ഇതെല്ലാം അവന് കൊടുത്തത്? എന്നാലെങ്കിലും അവൻ ചെയ്യാനിരിക്കുന്ന പാപത്തിൽ നിന്ന് മനം തിരിയട്ടെ. സ്തോത്രം. പക്ഷെ അവൻ കർത്താവിനോട് സഹകരിച്ചില്ല. അതുകൊണ്ട് അവൻ ശപിക്കപ്പെട്ടവനായി, പിശാച് ബാധിച്ചവനായി മാറി. മറ്റു പലരും ദുരാത്മബാധിതരെയായിരുന്നുള്ളൂ. എന്നാൽ യൂദ സാക്ഷാൽ സാത്താൻ ബാധിച്ചവനായിട്ട് മാറി. സ്തോത്രം. പ്രിയരെ, നാം നമ്മുടെ കർത്താവിനോട് സഹകരിച്ച് നിൽക്കുന്നെങ്കിൽ, നമ്മെ പിശാചിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാതെ നമ്മെ സംരക്ഷിച്ച് പാപത്തിൽ നിന്ന് വിടുവിച്ച് സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തനാണ്. ആ ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിൽ നമ്മെ മഹത്വത്തോടെ നിർത്തേണ്ടതിനാ നമ്മുടെ കർത്താവ് സ്വർഗം വെടിഞ്ഞ് ഭൂമിയിൽ വന്നതും. പാട്ടുകാരൻ ഇംഗ്ലീഷ് കോറസിൽ പാടുന്നത് പോലെ, സ്തോത്രം, He came down from the heaven to the earth. From the earth to the cross. ഭൂമിയിൽ അങ്ങനെ വന്ന കർത്താവ് ക്രൂശിന്മേൽ കയറി മരിച്ചു. നമുക്കൊക്കെ വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നു. എന്നാൽ മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അവൻ മരിച്ചവരിൽ നിന്നും അക്ഷയതയോടെ തേജസ്സോടെ ഉയർത്തു, സ്വർഗാരോഹണം ചെയ്തു. ഇനി വേഗം വരുന്നു നമ്മെ തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തേണ്ടതിന്, തന്നോട് കൂടെ ചേർക്കുവാൻ. നമുക്കും ഒരുങ്ങാം. കാരണം നമ്മുടെ ദൈവം വിശ്വസ്തൻ. 9 വിശ്വസ്തതയുടെ, ദൈവിക വിശ്വസ്തതയുടെ 9 കൂട്ടം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പഴയവർക്കൊരാവർത്തനമായിരുന്നുവെന്ന് എനിക്കറിയാം. എങ്കിലും പുതിയവരാണ് കൂടുതൽ എന്നതുകൊണ്ട് ഞാനതിന് അങ്ങ് ധൈര്യപ്പെട്ടതു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചോദ്യങ്ങളിലും ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ആ കാര്യങ്ങൾ നോക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാർ.